ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് 6 ദിവസങ്ങൾക്ക് ശേഷം അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഷഹബാസ് ഷെരീഫ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ഷെരീഫ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചത്. 2019 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി ഇന്ത്യ റദ്ദാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം അടക്കമുള്ളവ അവസാനിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ചയോളം നീണ്ട മൗനത്തിനു ശേഷമുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെയും അഭിനന്ദന സന്ദേശങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി. ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനവും പുരോഗതിയും ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ സുരക്ഷയാണ് സർക്കാരിന് പരമപ്രധാനമെന്നും മോദി കുറിച്ചു. ജമ്മു കാശ്മീരിലെ റിയാസിയിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് പിന്തുണയുള്ള ലഷ്കർ സംഘടനയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പാക് നേതാക്കൾക്ക് മോദിയുടെ മറുപടി. നിങ്ങളുടെ ആശംസകൾക്ക് നന്ദി. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും സമാധാനത്തിനും സുരക്ഷയ്ക്കും പുരോഗമനപരമായ ആശയങ്ങൾക്കും വേണ്ടി നിലകൊണ്ടവരാണ്. അവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായിരിക്കും ഞങ്ങളുടെയും പ്രഥമ പരിഗണന. നവാസ് ഷെരീഫിന്റെ പോസ്റ്റിന് മറുപടിയായി മോദി എക്സിൽ കുറിച്ചു. പാകിസ്ഥാൻ തീവ്രവാദത്തിന് മൗനാനുവാദം നൽകുന്ന കാലത്തോളം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ സാധ്യമല്ലെന്ന ഇന്ത്യൻ നിലപാട് വീണ്ടും ഉറപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു മോദിയുടെ മറുപടി. ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയിരുന്നെങ്കിലും 2019 പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കി. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി ഇന്ത്യ നിർണായക ചുവടുവയ്പ് നടത്തിയതോടെ പാകിസ്ഥാനും നയതന്ത്ര ബന്ധങ്ങൾ പരിമിതപ്പെടുത്തി. BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിന് 100ഓളം രാജ്യങ്ങളിലെ നേതാക്കൾ നേരത്തെ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. ഞായറാഴ്ച നടന്ന പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെയും 7 നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.